എന്താ നിങ്ങളുടെ തീരുമാനം? ഞങ്ങളല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്, സാറല്ലേ. ചില്ലി കാശ് കുറയാതെ 5 ലക്ഷം തരാൻ സമ്മതമാണോ അല്ലയോ? ആ തീരുമാനം ആദ്യം സാറ് പറ. കഴിഞ്ഞ തവണ ഒരു അബദ്ധം പറ്റിയാണ്, ഞാൻ പറഞ്ഞല്ലേ. കാശ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് തരാനും സമ്മതാ. എങ്കി അതെങ്കിൽ തരാത്ത എന്താ സാറേ? ഒരുമാതിരി കളിപ്പീര് പരിപാടി പോലെ. അങ്ങനെ ചുമ്മാ 5 ലക്ഷം എടുത്ത് തരാൻ പറ്റുമോ? എൻ്റെ മോനെവിടെ? അവനെ കൺമുമ്പിൽ കാണാതെ കാശ് തരാൻ പറ്റത്തില്ല. നിങ്ങൾ അതും കൊണ്ട് മുങ്ങിയ കുരിശ് വരച്ചു നിന്നാ മതി. ഞാൻ ഇത് നടക്കത്തില്ല രാജപ്പ. നീ വാ, നമുക്ക് കൊച്ചിനെ ബോബൻ സാറിന് കൊടുക്കാം. അണ്ണ ഒന്നും എന്തുവാണ് റിച്ചി സാറ് പറഞ്ഞത് ന്യായമല്ലേ? സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നമ്മൾ മുങ്ങിയാലോ എന്നുള്ള പേടിയുണ്ടല്ലേ സാർ ഈ പറയണത് അല്ലേ? നീ ഇവിടെ ഇരുന്ന് മന്ത്രം ജപിച്ച് സാറിന്റെ പേടി മാറ്റി. എനിക്ക് വേറെ ജോലി. എന്റെ പൊന്നണവും നിന്നേ, ഞാൻ പറയട്ടെ. സാറ് തന്നെ ഒരു വഴി പറഞ്ഞട്ടെ. വഴി ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കൺമുമ്പിൽ മോനെ കണ്ട ആ നിമിഷം ഞാൻ കാശ് തരും. കാശ് മുഴുവൻ എണ്ണി നോക്കി ഉറപ്പാക്കിയ ശേഷം നിങ്ങൾ മോനെ തന്നാ മതി. ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് വരുമ്പോ പോലീസിനെ ഇവിടെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലോ? ആ വേല നടക്കത്തില്ല സാറേ. എടോ തമ്പി, പോലീസിനെ വിളിക്കാനായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ആവായിരുന്നല്ലോ. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു വേണം. ആ ഒരൊറ്റ കാര്യമേ ഇപ്പൊ എൻ്റെ മുമ്പിലുള്ളൂ. എങ്കിൽ സാറൊരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന സ്ഥലത്ത് കാശും കൊണ്ടുപോവാ. എന്താ? വരാം. അവിടെ മോനെ കൊണ്ടുവരണം. കാശ് കിട്ടിയാൽ മോനെ എനിക്ക് തരണം. എവിടെ വരണം, ഏത് സമയത്ത് വരണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ? അടിവാരം എത്തുന്ന മുമ്പ് ഒരു സ്ഥലമില്ലേ സാർ, ഇഞ്ചപ്പാറ. അതിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കാശും കൊണ്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വരണം. കൃത്യമായി ഏത് സ്ഥലമെന്ന് പറ. വണ്ടിയും കൊണ്ട് സാർ എവിടെയെങ്കിലും നിന്നാ മതി, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പിന്നെ സാർ ഒറ്റയ്ക്കേ വരാവൂ. ചുറ്റും പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ കൊച്ചിനെ സാറിന്റെ മുന്നിൽ എത്തിക്കും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സാറ് ഞങ്ങളെയും കാണൂല, കൊച്ചിനെയും കാണൂല. ഞാൻ തനിച്ചേ വരൂ. വാടാ രാജപ്പ. അമ്മച്ചി, കുടിക്കാൻ ഇത്തിരി വെള്ളം. അപ്പച്ചനെന്തോ എങ്ങനെ നോക്കുന്നേ? എന്നതാടാ ഈ പെട്ടിക്കകത്ത്? പെട്ടിക്കകത്ത് തന്നെ ആയിരിക്കുന്ന അപ്പച്ചൻ അറിയാമേലേ? അറിയാമടാ, എല്ലാം എനിക്കറിയാം. ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നതയച്ചായ അവനൊരു യാത്രയും കഴിഞ്ഞ് വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മേക്കിട്ട് കയറുവാന്നോ? മണ്ടത്തരം ചെയ്തു വെച്ചാ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാടി? നല്ല നടപ്പിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? എടി, വല്ലവനെയും കൊന്ന ശരീരം മൊത്തം ചെറിയ കഷണങ്ങളാക്കി പെട്ടിക്കകത്തിട്ട് ട്രെയിനിൽ ഉപേക്ഷിക്കുക വേണ്ടത്. അല്ലാണ്ട് ഈ ശവപ്പെട്ടി എടുത്തോണ്ട് വീട്ടിലേക്ക് വന്ന് കയറുകയല്ല വേണ്ടത്. നിനക്കൊക്കെ എപ്പോഴാടാ ബുദ്ധി ഉദിക്കുന്നേ? എന്നതായി കാണിക്കുന്നേ? അപ്പച്ചൻ എന്നായി കാണിച്ചേ? അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. ശവപ്പെട്ട് ട്രെയിനിൽ തന്നെ ഉപേക്ഷിച്ചു പോന്നില്ലയോ? ഫിലിപ്പോസിന്റെ മകനായാൽ ഇങ്ങനെ തന്നെ വേണം. എവിടുന്നാടാ നിനക്കിത് കിട്ടിയത്? ചുമ്മാ കിട്ടിയതല്ല, കാശ് കൊടുത്ത് മേടിച്ചതാ. ആ ഇത്തിക്കണ്ണികളായ മാത്യൂസിനെയും ഷേർലിയെയും കൊന്ന് അപ്പച്ചൻ പറഞ്ഞ പോലെ തുണ്ടം തുണ്ടമായി അരിഞ്ഞ് സൂട്ട് കേസ് നിറച്ച് ഏതെങ്കിലും ട്രെയിനിൽ കയറ്റി വിടും ഞാൻ. ആൺപിള്ളാരായാൽ അങ്ങനെ തന്നെ പെരുമാറണോടാ. ആ വൃത്തികെട്ടവളെ ഇന്ന് തന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം. നിന്റെ അപ്പച്ചനെ പറ്റിച്ചേ അവൾ ഒത്തിരി സ്വർണവും പണമൊക്കെ തട്ടിയെടുത്തിരിക്കുക. മാത്യൂസിന്റെ ഭാര്യയ്ക്ക് അപ്പച്ചൻ അതൊക്കെ കൊടുത്തോ? അതെന്തിനാ? അവള് മാത്യൂസിന്റെ ഭാര്യയല്ല, നിന്റെ കെട്ടിയോളാണെന്ന അപ്പച്ചന്റെ ധാരണ. അങ്ങനെ അവള് ധരിപ്പിച്ചു വെച്ചിരിക്കുക. പണ്ടവും പണവും ഒക്കെ അവളുടെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ട്, എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അപ്പച്ചൻ ഇങ്ങനെ തുടങ്ങിയ ഈ തറവാട് ഇവിടെ കാണത്തില്ല. ആന്നോ? അപ്പൊ നമ്മളൊക്കെ എങ്ങോട്ട് പോകൂടാ? നരകത്തിലോട്ട്. ആന്നോ? ബുദ്ധിസ്ഥിരത ഇല്ലാത്ത അപ്പച്ചനോട് ദേഷ്യപ്പെട്ടിട്ട് എന്നാ കാര്യം? ചെന്ന് നിന്റെ വീര്യം അവളോട് കാണിക്കേ. അവള് തനിച്ചാ. മാത്യൂസ് 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവര് തമ്മിൽ ഉടക്കാണോന്ന് എനിക്കൊരു സംശയം.
മിനിങ്ങാന്ന് ഏതാണ്ട് കരച്ചിലും പറച്ചിലും ഒക്കെ ഞാൻ കേട്ടതാ. ഞാൻ എന്നാ വേണമെന്ന് അമ്മച്ചി പറ. കൊങ്ങയ്ക്ക് പിടിച്ച് ഗേറ്റിന്റെ വെളിയിലോട്ട് തള്ളു. രണ്ടും കൂടെ എവിടാന്ന് വെച്ചെന്ന് പറയട്ടെ. വൈദ്യരെ കൊന്ന കാര്യം അതപ്പ നോക്കാം. നാളെ ഇത്രയായില്ലയോ? ഇപ്പൊ മാത്യൂസ് ഇത് എന്ന് പറഞ്ഞ അതിലേതാണ്ട് ചതിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പോലീസിന് പറ്റും. എന്നതായാലും ഇനി അവളെ ഒരു നിമിഷം പോലും ഇവിടെ പൊറപ്പിക്കാൻ എനിക്ക് പറ്റുകയില്ല. അമ്മച്ചി വാ. ഒരാഴ്ച വിടുന്ന് വിട്ടു നിന്നപ്പോഴേക്കും അവന് പെമ്പിളയെ കാണാൻ എന്നാതെടുക്കമാ. ഫിലിപ്പോസിന്റെ മോൻ തന്നെയാ. എന്നതാ? ഇറങ്ങിക്കൂടെ ഇവിടുന്ന്. നിന്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം. അത് പറയാൻ നിങ്ങളാരാ? എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതേ മാത്തിച്ചായനാ. ഇച്ചായം പറയാതെ എങ്ങോട്ടും പോവത്തില്ല ഈ ഷെർലി. ഇവിടെ ഞാൻ കൊല്ലാൻ പോവാ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഈ പിശാചിനെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പാടില്ല. അയ്യോ, എന്നെ രക്ഷിക്കണം. ആര് രക്ഷിക്കാനാടി നിന്നെ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. നിന്റെ പെട്ടി എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. അയ്യോ, ഇറങ്ങാവേ. ഇച്ചായനെ ഒന്ന് ഫോണിൽ വിളിച്ച് പറയുവോ? ഓ, പറഞ്ഞേക്കാം. നീ ഗേറ്റ് കടന്ന ഉടനെ വിളിച്ച് പറഞ്ഞേക്കാം. നിക്കടി അവിടെ. എവന്റെ അപ്പം നിനക്ക് തന്ന പൊന്നും പണമൊക്കെ എവിടെ? ഇങ്ങോട്ട് എടുക്കടി. അത് അപ്പച്ചൻ എനിക്ക് തന്നതാ. അപ്പച്ചനോ? ഏത് വകയിലാടി എന്റെ അപ്പൻ നിന്റെ അപ്പച്ചനായേ? നിന്ന് കിണുങ്ങാതെ ഇങ്ങോട്ട് എടുക്കടി. ആഹാ, ഇത് കുറെ ഉണ്ടല്ലോ. എല്ലാം കൊണ്ട് കടന്നു കളയാനുള്ള പരിപാടിയായിരുന്നല്ലേ? എന്നെ ഇറക്കി വിട്ട നിങ്ങളൊക്കെ അനുഭവിക്കും. കിട്ടുണ്ണി വൈദ്യരെ കൊന്നതിന് എല്ലാരും അകത്താവും. അതിനു മുമ്പ് നീ പുറത്താവും. നടക്കടി ഇങ്ങോട്ട്. എന്റെ പെട്ടി വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് നടക്കടി. നടക്കടി ഇങ്ങോട്ട്. നടക്കാൻ. നടക്ക. അയ്യോ, എന്നതാടാ ഇത്? അങ്ങോട്ട് നടക്കാൻ. അപ്പച്ചാ, അപ്പച്ചാ. എന്നാ പറ്റി ഉച്ചേ? പറ്റിയത് അവൾക്കല്ല, ഞങ്ങൾക്കാ. കൂടുതൽ പറ്റാതിരിക്കാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. ദേ, അപ്പച്ചൻ ചുമ്മാ ഉടക്കുണ്ടാക്കാതെ മാറിയെന്നേ. ദൈവദോഷം പറയാതടാ മോനെ. മാലാഖയെ കൂട്ടി ഈ വീട്ടിലേക്ക് കയറി വന്ന കൊച്ചല്ലേ ഇവള്? അയ്യടാ, കണ്ടാ മതി മാലാഹെ. എങ്ങാണ്ട് കിടന്ന അലവലാതി പെണ്ണിനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നല്ല മാത്യൂസ്. കെട്ടിയോളാണ് പോലും. ഇറങ്ങടി അസത്തെ. അപ്പച്ചാ, എന്നതോടി പരിങ്ങി നിൽക്കുന്നേ? ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? വഴിയെ പോയ തെണ്ടിപ്പെണ്ണ് ഭരിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി. എടാ ബോബാ, മുട്ടിന് മുട്ടിന് നീ ഇങ്ങനെ താലി ഇറത്തിട്ടാൽ എങ്ങനാടാ? പള്ളിയും പട്ടക്കാരും എതിരാവത്തില്ലയോ? നീ ഒന്നുകൂടി ആലോചിക്കടാ മോനെ. വെട്ടി മുറിച്ചാ പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുകയില്ല. അതാ അപ്പച്ചാ ഞാനും പറയുന്നേ. നിർത്തടി, വൃത്തികെട്ടവളെ. എന്റെ കൈ നിന്റെ ദേഹത്ത് പതിഞ്ഞാ ചിലപ്പോ ചത്തുപോകും നീ. ഇറങ്ങടി. ഇറങ്ങടി ഇങ്ങോട്ട്. അപ്പച്ചാ, നീയും കൂടി ഈ മഹാഭാവത്തിന് കൂട്ടു നിന്നല്ലോടി അന്നമ്മേ. 3 കെട്ടിയിട്ട് 3 പൊട്ടിയല്ലോ എന്റെ മാതാവേ. ഓ, അപ്പച്ചന് തന്നെ അറിഞ്ഞിട്ടാ പറയുന്നേ. അവളാ മാത്യൂസിന്റെ ഭാര്യ. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയാ മോനെ ലോകത്തുള്ള മുഴുവൻ കുടുംബകലഹത്തിനും കാരണം. ആ മാത്യൂസ് ഇതിനകത്ത് ചുറ്റിപ്പറ്റി നിന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്നതേലും കുഴപ്പമുണ്ടാക്കുന്നു. ദേ, നിങ്ങൾ രണ്ടാളെ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. തറവാട്ടിപ്പറന്ന മാലാഖ കൊച്ചാ അവള്. മാത്യൂസിനെ പോലുള്ള ചന്തകൾ കണ്ണുകാട്ടിയാലൊന്നും എന്റെ മരുമോള് വീണു പോകത്തില്ല. എടാ മോനെ, നീ അവളുടെ പുറകെ ചെന്ന് വിളിച്ചോണ്ട് വാടാ. എന്റെ മാതാവേ, ഇത് എന്റെ ബുദ്ധി നേരെയാക്കാൻ എന്നതാ ഒരു വഴി? വിളിക്കത്തില്ലയോ? ഇല്ല, അവളും മാത്യൂസ് ഇനി പഠിക്കാത്ത കയറത്തില്ല. ഓ, ഇതെന്നാ ജന്മമാടാ കർത്താവ് നിനക്ക് തന്നേ. ലോകത്തുള്ള ഒരു പെണ്ണിനെ നിനക്ക് പിടിക്കത്തില്ലയോ? എന്നെ സെമിത്തേരിയിലെ കുഴിയിലേക്ക് എടുക്കുമ്പോ ഒരു പിടി മണ്ണ് വാരിയിടാൻ ഒരു പിൻതലമുറ ഇല്ലാതായി പോയല്ലോ എന്റെ വ്യാകുല മാതാവേ.
ആ ചൂര്യം പറ്റിച്ചു. എന്താ ഉണ്ടായത്? അക്കരക്കാട്ടിൽ ചുഴലം വന്ന ഞാൻ ചെല്ലണത് നേരത്തെ കൂട്ടി അവരറിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനും നീ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് ചൂര്യൻ ഒളിഞ്ഞു നിന്ന് കേട്ടുന്നാ. അവര് ചുഴലപ്പറമ്പിൽ വെച്ച് നിന്നെ പിടിച്ചോ? ആ, പിടിച്ചു. ഞാൻ ചെല്ലണതും കത്ത് ചൂര്യനും പിന്നൊരു 10 പേര് ഒളിച്ചിരിപ്പായിരുന്നു. എൻ്റെ ആദ്യത്തെ വെട്ട് മണ്ണി വീണതും ഒപ്പം എൻ്റെ പുറത്തും അടി വീണു. എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു അവരുടെ നോട്ടം. കൈ വെട്ടുകത്തി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാ. ചിന്നു, എന്താ? ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഉപദേശത്തിനാണോ? എങ്കിൽ എന്റെ കൈ തരാൻ ഉപദേശമൊന്നുമില്ല. ഒരുപാട് മനസമാധാനക്കേടുണ്ട്, അത് മതിയോ? കണ്ണീര് പിഴിഞ്ഞെടുത്ത് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നാലോ ബന്ധവും പറഞ്ഞു വരണ ആരെങ്കിലും കണ്ണീരിന് തടയിടാൻ എന്തേലും ചെയ്യോ? അതുമില്ല. മുറിവില് മുളകം തേച്ച് വെയിലത്ത് നിർത്തിയ പരുവം. ചിന്നു, തെറ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെയും പിന്നെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ നിനക്ക് സമാനം കിട്ടിയെങ്കിൽ ആയിക്കോ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മനസമാധാനം വിലക്കെടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ എനിക്ക് നിനക്കും ഒന്നും ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ആ, തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ. ചൂര്യൻ അവൻ ഇനി ഈ കാട്ടിൽ ജീവിച്ചാൽ ശരിയാവത്തില്ല. കരുമ, കരുമ, വേണ്ട. കൊല്ലും കൊല ഇനി വേണ്ട. ഈ കാട്ടിൽ ഒരു ആദിവാസിയുടെ ചോര ഇനി വീഴ്ത്തരുത്. ഞാൻ അതിന് അനുവദിക്കില്ല. ഇല്ല, അവൻ ആദിവാസികൾക്ക് മുഴുവൻ അപമാനാ. എന്നോടും നിന്നോടും അവന് പകയുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. പക്ഷേ നിന്നെ അവൻ അപകടപ്പെടുത്തിയേക്കും. അതിനു മുമ്പ് അവന് ഞാൻ. കരുമ, അതെ, ഇവിടെ വെച്ച് കാണാമെന്നാണോ പറഞ്ഞത്? അത് താൻ പിടയ്ക്കാതിരി. 12 മണി തന്നെയാണോ പറഞ്ഞത്? ചേടോ, യവനും കൊണ്ട് തോറ്റല്ലോ. തുരുമ്പ് തമ്പിക്കെട്ട് ചുരണ്ടി ആ തുരുമ്പിളകി വരുവേ. പോയിസനാ, പോയിസൺ. സംഗതി നടക്കത്തില്ലേ എന്ന് ചെറിയൊരു പേടി, അതുകൊണ്ടൊരു വെപ്രാളം. അണ്ണാ, 5 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വാക്ക് മാറരുത്. ദേ, 1 ലക്ഷം എനിക്കാ. എടാ, തുരുമ്പ് തമ്പിയുടെ വാക്കും പഴയ ഇരുമ്പിലെ തുരുമ്പും ഒരുപോലെ ഒരു കാലത്തും മാറത്തില്ല. ആ കൊച്ചിനെങ്ങതാ? കരുമ, വേണ്ട. ഇതെന്റെ ചോറ. ഇതിൽ തൊട്ട് കളിക്കണ്ട. വെറും ചോറല്ല, കൊലച്ചോറ്. മര്യാദയ്ക്ക് തന്നോ? അണ്ണാ, കൊടുത്തേക്ക്, അവൻ വെട്ടും. കരുമ, നിനക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവനാ ഞാൻ. എന്നോട് ഈ ചതി കാണിക്കരുത്. ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കും ചിന്നുവിനും പിന്നെ ജീവിക്കാൻ ഒക്കത്തില്ല. കുഞ്ഞിനെങ്ങതാ തരാൻ. ഓ, അപ്പൊ കുഞ്ഞിനെ വിറ്റ് കാശാക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? തമ്പി പോ. കരുമ, വേണ്ട, നിന്റെ വീരൻ ചന്തയെ കാട്ടിയാ മതി. കരിമിന്റെ അടുത്ത് വേണ്ട. അയ്യോ അയ്യോ, വേണ്ടണ്ണ. എന്റെ പൊന്ന് കരുമ, ആ റിച്ച് സാർ 5 ലക്ഷം തരാമെന്ന് സമ്മതിച്ചതാ. സ്വന്തം അപ്പന് തന്നെ ആ കൊച്ചിനെ കൊടുക്കുന്നത്, അല്ലാതെ വിൽക്കണതല്ല. കൊച്ചിനെ കിട്ടിയാ പിന്നെ അവര് കേസ് പിൻവലിക്കത്തില്ലേ? അപ്പൊ പിന്നെ ചിന്നുവിന് നിനക്ക് എന്താ കുഴപ്പം? 5 ലക്ഷത്തിന് ഞാൻ ആശിച്ചു പോയടാ കരുമ. നീ ആ കൊച്ചിനെ ഇഞ്ഞിത്താ, നിനക്ക് ഞാൻ 1 ലക്ഷം തരാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്ന നിനക്ക് നല്ലത്. കുളം കലക്കിയിട്ട് അതിനകത്ത് പിന്നെ മീൻ പിടിക്കുന്ന നിന്റെ ഏർപ്പാടുണ്ടല്ലോ, അതിന് നീ കാട്ടിലേക്ക് വരണ്ട. പോടാ, അവന്റെ പിന്നാലോട് നിനക്ക് നല്ലത്. വെട്ടിച്ചാൻ കരയില്ല, കരയില്ല. സാറേ, സാറേ, ചതി പറ്റി സാറേ. എന്നതാടാ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങല്ലേ? ഇനി വരണ്ട സാറേ. കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ ഇഞ്ചപ്പാറ കാത്തു നിൽക്കുമ്പോ സത്യമായിട്ട് ഞങ്ങളുടെ തെറ്റല്ല സാറേ. കാര്യം പറയടോ. കൊച്ചിനെ കരുമം പിടിച്ചോണ്ട് പോയി. എടോ നായേ, എന്റെ കൊച്ചിനെ വെച്ച് പിന്നെ കളിക്കുന്നോടോ? കൊല്ലുന്നില്ല ഞാൻ. കരുമനും നീയും കൂടെ ഉള്ള ഒത്തുകളിയാണെങ്കിൽ രണ്ടിനെയും വെട്ടി നുറുക്കും ഞാൻ. എന്റെ പൊന്ന് സാറേ, കരുമന് ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ രാജപ്പന്റെ കഴുത്തെറ്റ് താഴെ വീഴേണ്ടതായിരുന്നു. തലനാരിടയ്ക്ക് ആ വെട്ടുകത്തിന്ന് രക്ഷപ്പെട്ടത്. കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി സാറേ. സാറ് തന്നെ എന്ന് കൊച്ചിനെ ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. പോവാൻ. എന്നതാ ഇവിടെ? എന്താ രുചി പ്രശ്നം?
പോയില്ലേ? ടീന, ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും ആ തുരുമ്പ് തമ്മി ഇങ്ങോട്ട് വന്നു. നമ്മുടെ മോനെ കരിമ പിന്നെ പിടിച്ചോണ്ട് പോയി അയാളുടെ കയ്യിൽ നിന്ന്. അയ്യോ, എങ്കിൽ പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കേ. ഇതൊക്കെ അയാളുടെ തട്ടിപ്പാന്നാ എനിക്ക് തോന്നുന്നേ. പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ ആ കൊച്ചു കാട്ടിൽ വെച്ച് തന്നെ മരിച്ചിരിക്കാനാ സാധ്യത.